നമസ്കാരം. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞ്, അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളി പള്ളിയിലുള്ള പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയ്ക്ക് മുന്നിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. രാത്രി ഈ വൈകിയ നേരത്തും നിരവധി ആളുകളാണ് അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ വന്ന് ഉമ്മൻചാണ്ടി സാറിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ, അദ്ദേഹത്തിൻ്റെ കബറിടം ഒരു നോക്ക് കാണുവാൻ, അപേക്ഷകൾ സമർപ്പിക്കുവാനൊക്കെ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കണ്ണൂരിൽ നിന്ന്, ട്രിവാൻഡ്രത്ത് നിന്ന്, തൃശ്ശൂരിൽ നിന്ന് ഒക്കെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെയൊക്കെ ഇവിടേക്ക് നയിക്കുന്ന ഒറ്റൊരു ഘടകമുള്ളൂ: ഉമ്മൻചാണ്ടി കേരളത്തിനായി, ഈ നാടിനായി, ജനങ്ങൾക്കായി അദ്ദേഹം ചെയ്ത നിസ്വാർത്ഥമായിട്ടുള്ള സേവനം, അദ്ദേഹത്തിൻ്റെ കരുതൽ. രാത്രി ഒരു വൈകിയ വേളയിലും ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ തൻ്റെ ശാരീരികമായിട്ടുള്ള ക്ഷീണമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു അമ്മച്ചി വടിയും കുത്തിപ്പിടിച്ച് ഇപ്പം പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയ്ക്ക് മുന്നിൽ ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. എന്താണ് അമ്മച്ചിയെ പ്രേരിപ്പിച്ച ആ ഒരു ഘടകം? ഈ വൈകിയ വേളയിലും ശാരീരികമായിട്ടുള്ള ക്ഷീണമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഈ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ എത്തിയതെന്ന് നമുക്ക് അമ്മച്ചിയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അമ്മച്ചി പേരെങ്ങനെയാണ് അമ്മച്ചി? ഏലിയാമ്മ അല്ലേ? വീട് തെക്കേ പള്ളിയമ്പിൽ, അരിപ്പറമ്പ്, ഉറുമ്പിപ്പള്ളിയമ്പിൽ. ഞങ്ങളുടെ പറമ്പിലായി ഈ ഉമ്മൻചാണ്ടി സാറ് ഇങ്ങനെ ഇത് പണിയിപ്പിച്ച്, സ്കൂൾ പണിയിപ്പിച്ച് ഞങ്ങൾ സ്ഥലമെല്ലാം കൂടെ കൊടുത്തു, താരിപ്പ് വിലയ്ക്ക്. അല്ലാതെ വലിയ വില മേടിച്ചല്ലേ സ്കൂൾ പോകുമായിരുന്നു. പുള്ളിയുടെ പരിശ്രമം കൊണ്ട് അത് അതിന് ഭയങ്കര പായസമ്മയും ബഹളമൊക്കെ ആയിരുന്നു. ശരിക്കും ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു അല്ലേ? അയ്യോ, നല്ല മനുഷ്യനില്ല. എന്ത് പേർക്കും ഞങ്ങളുടെ അവിടെ ഒരാൾക്ക് 10 ലക്ഷം രൂപ കൊടുത്തു, ഈ കിഡ്നി മാറി വെക്കുന്നു. പിന്നെ വീടുകളിലെല്ലാം വന്ന് പിരിക്കാൻ പറഞ്ഞു. അങ്ങനെയെല്ലാം നല്ല നല്ല പ്രവർത്തനമായിരുന്നു. പാവപ്പെട്ടവർക്ക് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി നമ്മുടെ അവിടെയൊക്കെ അങ്ങനെയൊക്കെ. ഈ ഒരു സമയത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ സമയം രാത്രിയായി, ഈ വടിയും കുത്തി അത് ഉമ്മൻചാണ്ടിയുള്ള സ്നേഹം കൊണ്ടായിരുന്നു എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്. ഉമ്മൻചാണ്ടിയുള്ളൊരു സ്നേഹമല്ല പിന്നെ അതുകൊണ്ട് മാത്രം. പിന്നെ ഞങ്ങളുടെ അവിടെ എൻ്റെ വീട് ഭാഗത്താണ്. അയ്യോ, അവിടെ അനേകർക്ക് ഒത്തിരി ഉപകാരം ചെയ്തിട്ടുണ്ട്. വരാൻ സാധിച്ചില്ല, ആരെയെങ്കിലും വിടുമായിരുന്നു. അതിന് എവിടെ വേറെ അറിഞ്ഞു കഴിയുമ്പോൾ അവിടെയൊക്കെ ഒത്തിരി ഈ പാവങ്ങളായിട്ടുള്ള കോൺഗ്രസ്സുകാരും ഇന്നും അങ്ങനെയൊന്നുമില്ല, അതിമത പേരെ ഇല്ലാതെ ആര് വന്നാലും കൊടുക്കുമായിരുന്നു. ഇനിയൊരു ഉമ്മൻചാണ്ടി ഉണ്ടാവും എന്നുള്ളത് നമുക്ക് സംശയം. അതൊന്നും ഇനി ഉണ്ടാകാൻ പോണില്ല. ഇങ്ങനെയൊരു മനസ്സുള്ള ഒരാളെ കിട്ടാൻ പാടില്ല. രാത്രി ഈ വൈകിയ നേരത്തും ഇവിടെ കുടുംബമായി വന്ന് ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിൽ പ്രാർത്ഥിക്കുന്ന നിരവധി കുടുംബങ്ങളെ ഷെക്കീന ന്യൂസിന് കാണുവാൻ സാധിച്ചു. സ്ത്രീകളും കുട്ടികളും അടങ്ങിയ കുടുംബം, ചെറിയ കുട്ടികളൊക്കെയായി, കൈക്കുഞ്ഞുങ്ങളുമൊക്കെയായി നിരവധി പേർ ഈ സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഈ വൈകിയ വേളയിലൊക്കെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിൻ്റെ കബറിടത്തിലെത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ, ആദരവർപ്പിക്കുവാൻ പലരോടും ഷെക്കീന പ്രതികരണം ചോദിച്ചപ്പോൾ പലർക്കും സംസ്കാര ശുശ്രൂഷയിലൊന്നും പലർക്കും പങ്കെടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കുറവ് നികത്തുവാൻ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് എന്നതിനേക്കാളൊക്കെ ഉപരി ആ ഒരു മനുഷ്യ സ്നേഹിയെ കാണുവാൻ വേണ്ടിയിട്ടാണ് പലരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ടി ദേവപ്രസാദ് സാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തെ തൊട്ടറിഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം. രാത്രി ഒരു വൈകിയ വേളയിലും അദ്ദേഹത്തിൻ്റെ വീട് തിരുവനന്തപുരത്താണ്. അവിടെ നിന്നും ഉമ്മൻചാണ്ടി സാറിൻ്റെ കബറിടത്തിലെത്തി ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയാം. സാർ, പ്രത്യേകിച്ച് ഈ ഒരു കബറിടത്തിൽ അങ്ങ് പ്രാർത്ഥനകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുകയാണ്. വളരെ സീനിയറായിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തകൻ, ട്രിവാൻഡ്രത്തിൻ്റെ പൊളിറ്റിക്സ് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഉമ്മൻചാണ്ടി സാറിനെ എങ്ങനെ നോക്കിക്കാണുന്നു സാറിൻ്റെ ജീവിതം? ഈ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിനേക്കാൾ ഒരു ദൈവവിശ്വാസിയുടെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ വന്നത്. ഞാനും എൻ്റെ കുടുംബവും വന്നിട്ടുണ്ട്. എൻ്റെ മകൻ സിംഗപ്പൂരിൽ നിന്ന് വന്നപ്പോൾ അവനെയും കൂട്ടി ഞങ്ങൾ വന്നതാണ്. ഞങ്ങളുടെ കുടുംബത്തെ പല രീതിയിൽ അവിഹിതമായിട്ടൊന്നുമല്ല സഹായിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ പരിപാടികളിലും ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരിക, ഈ ലോകത്ത് വെച്ച് മനുഷ്യരെ സഹായിക്കാൻ, ആവശ്യമുള്ളവരെ സഹായിക്കാൻ ഏറെ താല്പര്യം കാണിച്ചിരുന്ന ഉമ്മൻചാണ്ടി തീർച്ചയായിട്ടും തമ്പുരാൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ആരോഗ്യം അത്ര നല്ലതല്ലായിട്ടും ഞാനിന്നിവിടെ വന്നത്, ഇവിടെ
ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ച് ഈ ലോകത്തിനെയും പല കാര്യങ്ങളും നമുക്കുണ്ടല്ലോ, ആഗ്രഹങ്ങളുണ്ടല്ലോ, അതൊക്കെ തമ്പുരാൻ്റെ അടുത്തൊന്ന് പറയണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഉമ്മൻചാണ്ടിയായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെക്കണേ ഒത്തിരി സമയം വേണം. കാരണം 1979 മുതലുള്ള അടുപ്പമുണ്ട് എനിക്ക് അദ്ദേഹമായിട്ട്. അപ്പോൾ എന്നും ഒരു ദൈവവിശ്വാസിയാണ് ഞാൻ എന്നുള്ള ആ വിശ്വാസ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം ദൈവവിശ്വാസിക്ക് സഹനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, അതിനെ സമയത്തോടെ നേരിടുക. പക്ഷേ ദൈവ സത്യം വിജയിക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസം, അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. ഇതൊരു പുണ്യാത്മാവിനോടൊപ്പം ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിലും പത്രക്കാരൻ എന്നുള്ള രീതിയിലും എപ്പോഴും ഒരു നല്ല സൗഹൃദ ബന്ധങ്ങളൊന്നും ആയിരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചോദ്യം ചെയ്യും വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ എങ്കിലും അതിനൊക്കെ അപ്പുറത്ത് എന്തൊരു ആവശ്യമുണ്ടെങ്കിലും ഓടിയെത്തുന്ന ഒരു നല്ല സഹോദരനായിരുന്നു ഉമ്മൻചാണ്ടി. ആ സഹോദരൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയുണ്ട്, പക്ഷേ അദ്ദേഹം തമ്പുരാൻ്റെ അടുത്താണ് എന്നുള്ളൊരു വിശ്വാസം. മരണശേഷം ഉമ്മൻചാണ്ടി സാറ് നടത്തുന്ന ഒരു ജനസമ്പർക്ക പരിപാടി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ പാടില്ലേ? ഇപ്പോൾ ഇവിടെ ഓടിക്കൂടുന്ന ഒരു ജനക്കൂട്ടത്തെ കാണാൻ സോ സിമ്പിൾ. അതായത് അതിൽ ഉത്തരം ലളിതമാണ്. അതായത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യനെ സഹായിക്കണം എന്നുള്ള ചെറുപുഷ്പം പറഞ്ഞിട്ടില്ലേ, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പൂക്കൾ നിങ്ങൾക്ക് കേട്ട് വരും എന്ന് പറഞ്ഞാൽ അദ്ദേഹം തീർച്ചയായിട്ടും ഇവിടെ വരുന്നവരെ സഹായിക്കും. അതും ദൈവത്തിൻ്റെ അടുത്തുണ്ട്, അതിലൊന്നും എനിക്കൊരു സംശയമില്ല. കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയ കുടുംബങ്ങളെയൊക്കെ ഷെക്കീനയ്ക്ക് കാണാൻ സാധിച്ചു. ഒപ്പം തന്നെ കേരളത്തിൻ്റെ വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും ഒരു ദിവസം ലീവൊക്കെ എടുത്ത് ഉമ്മൻചാണ്ടിയുടെ കബറിടം സന്ദർശിക്കുവാൻ എത്തിയിരിക്കുന്ന നിരവധി പേരെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഷെക്കീനയ്ക്ക് കാണുവാൻ സാധിച്ചത്. തീർച്ചയായും ആരായിരുന്നു ഉമ്മൻചാണ്ടി എന്നതിന് മറ്റൊരു വിശദീകരണവും നൽകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഈ കബറിടത്തേക്ക്, അദ്ദേഹത്തിൻ്റെ ഈ കല്ലറയിലേക്ക് രാത്രി ഈ വൈകിയ നേരത്തും പകൽ സമയത്തും ഒക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിലയ്ക്കാത്ത ജനപ്രവാഹം തന്നെയാണ് ഉമ്മൻചാണ്ടി ആരായിരുന്നു എന്നതിൻ്റെ ഉത്തരം. പുതുപ്പള്ളി പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയുടെ മുന്നിൽ നിന്നും ക്യാമറമാൻ സിയോനോടൊപ്പം ജോർജി ജോസ്, ഷെക്കീന ന്യൂസ്.